അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ പുതിയ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് അപ്പാനി. അതെ, ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളത് കണ്ടറിയാം. ക്യാപ്റ്റൻസി ടാസ്കിൽ എന്ത് നടക്കുന്നു, എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ആദിലെ നൂറയുടെയും കാര്യം. അതെ, ആദിലെ നൂറ ഇന്നലെ ഒരു കാരണമില്ലാണ്ട് കരയുന്നതായിട്ട് നിങ്ങൾ കണ്ടായിരുന്നു ഈ എപ്പിസോഡിൽ. പക്ഷേ അതിന് കാരണമുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ, അതിനകത്ത് ലൈവിലും ആ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു, കമൻറ്റ് സെക്ഷൻ മൊത്തം ഇത് തന്നെയാണ്. അതായത് അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോലും, അതായത് ആദിലെ നൂറയുടെ അടുത്തും അധികം വർത്താനം പറയണ്ട, അല്ലെങ്കിൽ സംസാരിക്കേണ്ട, അവരെ മാറ്റി നിർത്താം, അങ്ങനെ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് കമൻറ്റ് സെക്ഷനിലും കിടപ്പുണ്ട്. ഈ ആദിലെ നൂറെ ലൈവിൽ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു, അതായത് ഇത് കഴിഞ്ഞ ശേഷം. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു കാര്യം നിങ്ങളുടെ ഒരുപാട് കമൻറ്റിൽ കിടക്കുന്നുണ്ട് ഇത്. അപ്പോൾ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതിനൊരു എന്തിനാണ് അവർ, എന്നാൽ പിന്നെ അത് എന്തിനാണ് കാണിച്ചത്, നമുക്കൊന്നും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ലല്ലോ. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിലെന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംസാരമൊന്നും അതിനെ ചൊല്ലിയിട്ട് ഉണ്ടായിട്ടില്ല. ഒരു വിഷമം അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആദിലെയും നൂറയും, നിങ്ങൾ എപ്പിസോഡിൽ കണ്ടു കാണും. ഓക്കെ, ഇനി അടുത്തത് ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ക്യാപ്റ്റൻസി ടാസ്കിൽ കോഴിപ്പോരെന്ന ടാസ്ക്കാണ്, നിങ്ങൾ കണ്ടു കാണും. അതിൻ്റെ പ്രമോ വൃത്തം, 3 വൃത്തമുണ്ട്. ആ 3 വൃത്തത്തിനകത്ത് കോഴികളുണ്ട്. ജീവനുള്ള കോഴിയല്ല, പാവക്കോഴിയാണുള്ളത്. ഈ കോഴികൾ, ഈ കോഴിയുടെ ഈ വൃത്തം കാലിയാക്കണം. ഈ 3 പേരും 3 കളത്തിൽ നിൽക്കണം, ഓരോ കളത്തിൽ നിൽക്കണം. ബസർ അടിക്കുമ്പോൾ ആരുടെ വൃത്തത്തിലാണോ കോഴി കുറവുള്ളത് അവരായിരിക്കും ക്യാപ്റ്റൻ. അപ്പോൾ ഇവർ ആദ്യത്തെ ബസർ അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോഴികൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ശരിക്കും പറഞ്ഞാൽ കോഴി എടുത്തെറിയാൻ പാടില്ല, അവിടെ കൊണ്ട് വെക്കുകയാണ് വേണ്ടത്. ബസർ അടിക്കുന്നു. ആദ്യം ശരത്തും ശൈത്യയും കൂടെ നമ്മുടെ ബിന്നിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ബിന്നിയുടെ കളത്തിലാണ് എല്ലാവരും കൊണ്ട് വെക്കുന്നത്, 2 പേരും ആദ്യത്തെ ബസറിൽ. അങ്ങനെ വെച്ച് 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 ബിന്നിനെ മാത്രം, പിന്നെ ഇടയ്ക്ക് വലിച്ചെറിയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങി പോടാ ശരത്തെ. അപ്പോഴത്തേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് ബസർ അടിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് 2 കളം, അതായത് ശരത്തിൻ്റെയും ശൈത്യയുടെയും കളം കാലിയായിരുന്നു, ബിന്നിയുടെ കളത്തിൽ നിറച്ച് കോഴിയുണ്ട്. അപ്പം അതങ്ങനെ പറ്റത്തില്ല, 3 പേരും കളിക്കണം. അങ്ങനെ 3 പേരും കളിക്കാൻ തുടങ്ങി. അപ്പം നിവീൻ പറയുന്നുണ്ടായിരുന്നു, ഈ കോഴിയൊക്കെ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പൊരിച്ച് തിന്നാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർ 3 പേരും കളിക്കാൻ ഇറങ്ങുന്നു. രണ്ടാമത്തെ റൗണ്ടിലാണ് കറക്റ്റ് കളി വരുന്നത്. ഇങ്ങനെ കളിക്കുന്നു. ഇവർ അവിടെ കൊണ്ടുവെക്കുന്നു, ഇവൻ ഇവിടെ കൊണ്ടുവെക്കുന്നു, ഇങ്ങനെ ബിന്നി അപ്പുറത്ത് കൊണ്ടുവെക്കുന്നു, ശൈത്യ അപ്പുറത്ത് കൊണ്ടുവെക്കുന്നു. അങ്ങനെ കളിച്ച് കറക്റ്റ് അപ്പാനിയുടെ കളം കാലിയായതുമാണ് ബസർ അടിച്ചത് കേട്ടോ. അതെന്താണെന്നറിയില്ല, അപ്പാനിയുടെ കളം കാലിയായിരുന്നു അപ്പോൾ ബസർ അടിച്ചു. അങ്ങനെ ശരത്ത് അപ്പാനി ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. പിന്നെ അവിടെ കുക്കിംഗ് ടീമിൽ ഇപ്പോൾ അവർ അങ്ങനെ ശരത്താണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. ടീമൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല, ടാസ്ക് ഒന്നും വന്നിട്ടില്ല, ഒന്നും നടന്നിട്ടുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നോമിനേഷൻസ് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ അവിടെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. വെസൽ ടീം ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ വന്ന് റെന ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റെനയും ഒനിയിലും കൂടെയാണ് ഇപ്പോൾ അവിടെ വെസൽ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും ബൈ.